അയ്യപ്പെട്ട ഈ ക്രൈംബ്രാഞ്ചിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ റിപ്പോർട്ട്, ഈ റിമാൻഡ് റിപ്പോർട്ട് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, അതായത് മൂന്നാമത്തെ അതിജീവിതയുടെ പരാതി. ഞെട്ടിപ്പിക്കുന്നതാണ് ആ റിമാൻഡ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് ഏപ്രിലിൽ 2024 തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ 1 മണി സമയത്തോടനുബന്ധിച്ച് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ എഴുതിയിരിക്കുന്നത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതാനും ചില വരികൾ മാത്രമാണ്. അതായത് ദേഹത്ത് തുപ്പി, ശരീരത്തിൽ ഉപദ്രവിച്ചു തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ ഇതൊന്നുമല്ല, അതിക്രൂരമായിട്ടുള്ള രംഗങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. എന്താണ് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ച ഒരു രേഖയാണ്. അതിലെന്താണ് വളരെ കൃത്യമായിട്ട് പറയുന്നത്? അതായത് നമ്മുടെ ഈ പ്രകൃതിയിൽ ഒരു പുരുഷൻ തൻ്റെ ഇണയെ ഈ ഈ ഈ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവാവ് കാട്ടിയതുപോലെ ഒരിക്കലും കാട്ടിയിട്ടുണ്ടാവില്ല. അത്ര ക്രൂരമായിട്ടാണ് ആ ക്രൂരത കാട്ടിയതായിട്ടാണ് ഈ റിപ്പോർട്ട് വരുന്നത്. അത് നമുക്ക് വഴിയെ വായിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, കാര്യം ഇന്നത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ കൾച്ചറിൽ, നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയിൽ അവർ ഈ നമ്മുടെ യുവാക്കളൊക്കെ കരുതുന്ന ഒരു അവർ കൊടുക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനുണ്ട്. അവർ കൊടുക്കുന്ന ഒരു ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെയുള്ള കാര്യം. അത് ഞാൻ പറയാം എങ്ങനെയാ വെച്ചാൽ, ഈ പെൺകുട്ടിയെ ഇദ്ദേഹം പ്രാപിച്ചു, അല്ലെങ്കിൽ ഈ തരത്തിൽ പ്രാപിച്ചു എന്നുണ്ടെങ്കിൽ ഈ പ്രാപിച്ച രീതി വെച്ച് അദ്ദേഹം ഒരു സൈക്കോ ആണെന്ന് വിലയിരുത്തുന്നുണ്ട്. പക്ഷേ ആ സംഭവത്തിന് ശേഷം അവർ പറയത്തക്ക രീതിയിലുള്ള ബന്ധത്തിന് ശേഷം, ബന്ധപ്പെടലിന് ശേഷം എന്തുകൊണ്ട് ഈ പെൺകുട്ടി വീണ്ടും അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു? അപ്പോൾ ആ പെൺകുട്ടിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ അത് ഈ പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന അത് ആ ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നത് പോലെ ഈ പെൺകുട്ടിക്കും എന്തെങ്കിലും അങ്ങനെയുള്ള വൈകൃതമുണ്ടോ എന്നൊക്കെ ഉള്ള ചിന്തകളാണ് വരുന്നത്. വളരെ വിചിത്രമായിട്ടുള്ളൊരു സംഗതിയാണത്. ചേട്ടൻ ചോദിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. പൊതുസമൂഹം മൊത്തം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇത്തരത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ അമിതമായിട്ട് ഉപദ്രവിച്ച, നിങ്ങളെ വല്ലാത്ത രീതിയിൽ ബലാത്സംഗം ചെയ്ത ഒരാളുടെ ഒപ്പം വീണ്ടും നിങ്ങൾ എന്തിന് ഫ്ലാറ്റിൽ രാത്രി 4 മണിക്കൂർ കാണണമെന്ന് പറയുന്നു? അതിലെന്തോ ഒരു പെശകുണ്ടല്ലോ. അതുകൊണ്ട് രാഹുലിനെ മാത്രം ഈ കേസിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഇതിനൊരു ബലാത്സംഗമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റില്ല എന്ന് പൊതുസമൂഹം ഇന്നൊന്നടങ്കം പറയുകയാണ്. നമുക്കറിയാം ഇവർക്കിടയിൽ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് ഇവർക്കിടയിൽ ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. ഏതാനും ചില മുറിച്ചു വെച്ച വളരെ കുറച്ച് ചാറ്റ് സംഭാഷണം, വോയിസ് തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ അറിയൂ. 2.5 വർഷം ഈ ബന്ധം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഫെനി നൈനാൻ പുറത്തുവിട്ട ആ ഫെനി നൈനാനുമായിട്ട് ഈ പെൺകുട്ടി നടത്തിയ ചാറ്റ് സംഭാഷണം, അതിലാണ് ഈ ഫ്ലാറ്റിൽ വെച്ചിട്ട് എനിക്ക് രാഹുലിനെ കണ്ടേ പറ്റുള്ളൂ, 3 മണിക്കൂർ, രാത്രി ആയാലും കുഴപ്പമില്ല, മിനിമം എനിക്കൊരു 4 മണിക്കൂറെങ്കിലും വേണം, പ്രൈവറ്റ് പ്ലേസ് ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇന്ന് അവർ മറുപടിയായിട്ട് വന്നു. അവരുടെ സംഭാഷണം നമ്മൾ മാധ്യമങ്ങളൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ഇതിൽ അവർ പറയുന്നത്, നിങ്ങൾ ഏതാനും ചില ചാറ്റ് സംഭാഷണങ്ങൾ എടുത്തു വെച്ച് മാത്രമാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, ഏതാനും ചില ചാറ്റ് സംഭാഷണങ്ങൾ മാത്രം എടുത്തു വെച്ചല്ലേ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയും നാള് ആളുകൾ കുറ്റപ്പെടുത്തിയത്? അല്ല, അപ്പൊ അത് പ്രശ്നമല്ലേ? ഏതാനും ചില ചാറ്റ് സംഭാഷണങ്ങൾ മാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇത്രയും നാൾ ആളുകൾ കുറ്റപ്പെടുത്തിയത്. ഇവർ പറയുന്നത് ഏതാനും ചില ചാറ്റ് സംഭാഷണങ്ങൾ എടുത്തു വെച്ചാണ് എന്നെ കുറ്റപ്പെടുത്തിയത്. വളരെ വിചിത്രമാണ് ഇവരുടെ ഈ പറച്ചലൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയുടെ ശരിക്കും ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു അതിജീവിതയെ. പക്ഷെ ഇത്തരത്തിലുള്ള മറുപടികൾ വിചിത്രമാണ്. സംശയത്തിന്റെ നിഴലിൽ മാത്രമേ ഇവരെയൊക്കെ നോക്കിക്കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പെൺകുട്ടികൾ കള്ളം പറയാത്തവരാണ് എന്നൊന്നുള്ള മിഥ്യാധാരണ എനിക്കില്ലേയില്ല. അത് ആദ്യം മനസ്സിലായില്ലേ? പെൺകുട്ടികൾ വളരെ നല്ല ബ്രില്യൻ്റ് ആയിട്ട്, വളരെ മനോഹരമായിട്ട് കള്ളം പറയാൻ അറിയുന്നവരാണ്. അത് സ്ത്രീകളെ വളരെയധികം ബഹുമാനിച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, ഒരു വസ്തുതയാണ് പറയുന്നത്. അപ്പൊ അതും കൂടി നമ്മൾ ഇതിൽ പരിഗണിക്കണം എന്നുള്ളതാണ്. ഇവർക്കിടയിൽ എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പാണ് ഉണ്ടായിരുന്നത് നമുക്ക് ആർക്കും അറിയില്ല. 2 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട്. അതിനെ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഒന്ന് വളരെ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സങ്കല്പമുണ്ട്. ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു പ്രണയ സങ്കല്പം എന്ന് പറയുന്നത് വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടൊരു സംഗതിയാണ്. ഇതിൻ്റെ എന്താ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെസ്റ്റേൺ റൊമാൻറ്റിക് സങ്കല്പത്തിൽ കൂടുതലും ഫീലിങ്സിനാണ്, പ്ലഷറിനാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതായത് ശരീരത്തിനാണ്, ഫ്ലഷിനാണ് ഇമ്പോർട്ടൻസ്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അതിൻ്റെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്, അവിടെ കുറച്ചും കൂടി കമ്മിറ്റ്മെൻറ്റ്, സാക്രിഫൈസ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർക്കിടയിലുള്ള ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വെസ്റ്റേൺ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ ഫീലിങ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അതായത് നിന്റെ ശരീരത്തോടുള്ള പ്രണയം എനിക്കില്ലാതായിരിക്കുന്നു, ഞാൻ നിന്നെ വിട്ടിട്ട് മറ്റൊരു ഇണയെ തേടി പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അതാണ്. അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, അയാൾക്ക് 36 വയസ്സായി.
അയാൾ പല ആളുകളുമായിട്ട് ബന്ധപ്പെട്ടു, അവരോടുള്ള ഫീലിംഗ് അയാൾക്ക് നഷ്ടപ്പെട്ടു, അയാൾ മറ്റ് ആളുകളെ തേടി അയാൾ പോയി. അപ്പോൾ ഞാൻ പറയുന്നു, ഇവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടിരിക്കുന്നത് ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സങ്കല്പത്തിലാണ് അയാൾ പെട്ടിരിക്കുന്നത്. അയാൾ ഭയങ്കരമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നു, മാധ്യമപ്രവർത്തകർക്ക് ചർച്ച കഴിഞ്ഞാൽ ഉടനെ മെസ്സേജ് അയക്കുന്നു. ഇതൊന്നും ആ റൊമാൻറ്റിക് സങ്കല്പം അനുസരിച്ച് തെറ്റല്ല. അദ്ദേഹം ഒരു നെഹ്റൂവിയൻ ആണെന്നും കൂടി പറയുന്നുണ്ട്. ഗൗതം, ഇതില് നമ്മുടെ സമൂഹം, ഇന്നത്തെ സമൂഹത്തിന് ആകെ ഒന്ന് മാത്രമേ അറിയുള്ളൂ. ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള സെക്സ് റിലേഷൻ മാത്രമാണ് എന്നാണ് ഇന്നത്തെ സമൂഹം കരുതുന്നത്. എസ്പെഷ്യലി യുവത കരുതുന്നത് അങ്ങനെയാണ്. അത് തെറ്റാണ്. കാര്യം രണ്ട് ഹ്യൂമൻ ബീങ്സ് എന്നതിനേക്കാൾ ഉപരി, പുരുഷനും സ്ത്രീയും ഹ്യൂമൻ ബീങ്സ് എന്നതിനേക്കാൾ ഉപരി എത്ര വെസ്റ്റേൺ കൾച്ചറിൽ പോയിരുന്നാലും ആത്യന്തികമായി സ്ത്രീയും പുരുഷനും തമ്മിൽ അടുക്കുന്ന സെക്സിന് വേണ്ടി മാത്രമല്ല. അദ്ദേഹം സ്ത്രീകളെ തിരഞ്ഞെടുക്കുന്ന കാര്യം ഗൗതം പറഞ്ഞ പോലെ 35 വയസ്സോ 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് ഒരു കുടുംബജീവിതം നയിക്കണമെന്നുണ്ടെങ്കിൽ, സെക്ഷൽ ലൈഫിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ആസ് യൂഷ്വൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയുടെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന് കല്യാണം കഴിക്കാം. ഇവിടെ കേരളത്തിൽ അങ്ങനെയുള്ള രീതിയൊക്കെ തന്നെയാണ് ഉള്ളത്. ഈ പറയുന്ന രീതിയിൽ ഇവിടെ വെള്ളക്കാരുടെ ജീവിത രീതിയൊന്നും ഇതുവരെ നമ്മൾ ആരും അഡോപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം 35 വയസ്സിലും പച്ച മലയാളത്തിൽ കാള കളിച്ച് നടക്കാൻ തീരുമാനിക്കുന്നത് തെണ്ടിത്തരം എന്നാണെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ആ തെണ്ടിത്തരം കാണിക്കുന്നതിന്, ഇത് സോഷ്യൽ മീഡിയയാണ്, അപ്പൊ ഈ വാക്കുകൾ പ്രയോഗിക്കാം. ഈ തെണ്ടിത്തരം കാണിക്കുന്നതിന് അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു സ്ത്രീ അവരുടെ ചിലപ്പോൾ ഒരു വിവാഹബന്ധം വേർപെടുത്തിയ സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ പ്രേമം പരാജയപ്പെട്ടതായിരിക്കാം, കുടുംബവുമായി അകന്നു കഴിയുന്നതായിരിക്കാം, ചുരുക്കത്തിൽ ലോൺലി ലൈഫ് കൊണ്ടുപോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ആ സ്ത്രീകളെ സംബന്ധിച്ച് സാന്ത്വനം എന്ന് പറയുന്ന ഒരു വലിയ ഘടകമാണ്. ആ സാന്ത്വനം കപടമായ രീതിയിൽ സ്ത്രീകളെ, ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ സ്ത്രീകളെയും പറ്റിക്കാൻ കഴിയില്ല എങ്കിലും ചില സ്ത്രീകൾ വളർന്നു വന്ന സാഹചര്യം, അച്ചടക്കമുള്ള കുടുംബം, പഠിച്ചു വന്നത്, അച്ഛൻ അമ്മ പഠിപ്പിച്ചത്, ഇനി അമേരിക്കയിലെ എവിടെയായിരുന്നാലും ചില പെൺകുട്ടികൾ ചില പ്രലോഭനങ്ങളിൽ അറിയാതെ വീണുപോകും, എത്ര ബോൾഡ് ആണെങ്കിലും. അവിടെയാണ് ചതിക്കാൻ കഴിവുള്ള ആണുങ്ങൾ ചതിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ചതിക്കാൻ കഴിവുള്ള ഏറ്റവും കൂടുതൽ ചതിക്കാൻ PhD നേടിയ ഈ രാഹുൽ മാങ്കൂട്ടം അങ്ങനെയുള്ള മോഡ് ഓഫ് ഓപ്പറേഷൻ ഇത്തരത്തിലുള്ള പെൺകുട്ടികളെ തിരഞ്ഞെടുത്തു എന്നാണ് നമുക്ക് ഇതിനോടകം തന്നെ അറിയാൻ കഴിയുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞോളൂ. ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് എന്താണ്, ഫീലിങ്സ് നഷ്ടപ്പെടുന്നു. ആ ഫീലിങ്സ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇയാൾ മറ്റേ ആളുകളെ തേടി പോകുന്നു. അതാണല്ലോ ചേട്ടൻ പറഞ്ഞത്. അല്ല, ഇയാൾക്ക് നഷ്ടപ്പെടുന്നു എന്നല്ല നമ്മൾ ഇതിൽ എന്നോട് ചോദിച്ചത്. ആ സ്ത്രീക്കും ഇതുണ്ടോന്നാ ചോദിച്ചത്. അയാൾ സൈക്കോ ആണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന സ്ത്രീ സൈക്കോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്ത്രീകൾ ഇവിടെ ആകെ ഇവിടുത്തെ പുരുഷന്മാർക്കുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ, സ്ത്രീകളുടെ ലൈംഗിക വൈകൃതത്തിലെ കാണാ കാഴ്ചകൾ തേടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ക്ഷമിക്കുക. അയച്ചാൽ സ്ത്രീകൾ ഈ 3 മണിക്കൂർ എടുത്ത് ഇത്തരത്തിൽ ഭോഗിക്കപ്പെട്ട ഒരു പെൺകുട്ടി അദ്ദേഹത്തെ കാണണമെന്ന് പറയുന്നത് വീണ്ടും ഭോഗിക്കാനാണെന്ന് വിധി എഴുതുന്നത് ഏത് സമൂഹത്തിന്റെ സംസ്കാരമാണ്? തെറ്റാണ് ഗൗതമേ, തെറ്റാണ്. ഭോഗിക്കൽ മാത്രമല്ല സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, അത് ഇവിടുത്തെ സമൂഹം ചിന്തിക്കണം ആദ്യം. ഭോഗിക്കൽ മാത്രമല്ലടോ ബന്ധം. സ്നേഹമുണ്ടോ, ആർദ്രതയുണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടലുണ്ടോ? അതിന് വെസ്റ്റേൺ കൾച്ചർ ഇവിടെ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും ആണും പെണ്ണും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മം കൊടുക്കുകയും ചെയ്യുന്നത് ഈ പറയുന്ന ലൈംഗികതയ്ക്ക് വേണ്ടിയല്ല. അത് ഇവിടുത്തെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അപ്പൊ 3 മണിക്കൂർ എടുത്ത് വരാൻ പറയുന്നത് ഇതിനു വേണ്ടിയാണെന്ന് കരുതുന്നവർ ചെറ്റാണെന്ന് ഞാൻ പറയുള്ളൂ. അത് അങ്ങനെ ചേട്ടന് തീർച്ചയായിട്ടും അങ്ങനെ പറയാം. പക്ഷെ അത് സത്യമാവണമെന്നില്ല. ആര് പറഞ്ഞു? അത് പരിശോധന വിധേയമാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ പറയുന്ന രീതിയിൽ ഈ പെൺകുട്ടി 3 മണിക്കൂർ ഞാൻ പറഞ്ഞോട്ടെ, ഈ പെൺകുട്ടിയെ ഈ പറയുന്ന രീതിയിൽ നമുക്ക് വായിക്കാം റിമാൻഡ് റിപ്പോർട്ട്. ഈ പെൺകുട്ടിയെ കടന്നാക്രമിച്ചത് ഇദ്ദേഹമാണ്. ഈ കടന്നാക്രമിച്ച, ഇത്രയും തെണ്ടിത്തരം കാണിച്ച ഈ ചെറുപ്പക്കാരനെ ചിലപ്പോൾ പാവം പെൺകുട്ടികള് ഒരു വേള അവൻ എന്നോട് സ്നേഹമുള്ളതല്ലേ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു പെണ്ണ് ഒരു പുരുഷനുമായി അടുക്കുന്നത് എന്തൊക്കെ കൊണ്ടാ? ഗൗതം പറ, ആദ്യം പറ. ഒരു പെൺകുട്ടി ഒരു ചെക്കനെ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെ കാരണമുണ്ട്? ഒരു അദ്ദേഹത്തിന്റെ സ്വഭാവമായിരിക്കാം, അദ്ദേഹം നൽകുന്ന കെയർ ആയിരിക്കാം, അദ്ദേഹത്തിന്റെ പണമായിരിക്കാം, കൂടെയുള്ള സമ്പത്തായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. ആവട്ടെ, ഇന്നിപ്പോ ഈ പറഞ്ഞ എല്ലാം കൂടെ ഉണ്ടെങ്കിൽ ചില പെൺകുട്ടികൾ ചില ചെറുപ്പക്കാരെ ഇഷ്ടപ്പെടുത്തും. കാണാൻ സൗന്ദര്യം ഉണ്ടാവും, പക്ഷെ അവന് സംസാരിക്കാൻ കൊള്ളത്തില്ല, അവന്റെ നടത്ത കൊള്ളത്തില്ല, അവന്റെ ഡ്രസ് കോഡ് കൊള്ളത്തില്ല, ഇതൊക്കെ ആയിരിക്കും. പക്ഷെ ഇതിലൊക്കെ അല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് തോന്നും ബ്ലൈൻഡ് ആയിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ശരി, ആവട്ടെ. അപ്പൊ ഇത്തരത്തിൽ ഒരു പെൺകുട്ടി അയാളുടെ ചതിപ്രയോഗത്തിൽ വീണു എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഈ ഇത്രയും മോശമായിട്ട് പെരുമാറിയിട്ടും
ആ കുട്ടിയെ പിന്നീട് എത്രയെങ്കിലും നാളുകൾക്ക് ശേഷം, ഈ മോശമായ പെരുമാറ്റത്തിന് ശേഷം ഈ കുട്ടികൾ ഒരു പുരുഷൻ ഇത്തരത്തിൽ എങ്ങനെ പെരുമാറിയിരുന്നാലും ഒരു വേള തന്നെ പ്രണയിച്ചിരുന്നവനാണ് എന്നൊരു ആർദ്രത ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് നഷ്ടമായിരിക്കുന്നത് പ്രണയത്തിന്റെ ആർദ്രതയോ ഒരു പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ടതോ ആയിട്ടുള്ള സ്നേഹമാണ്. ഒരു പുരുഷൻ സ്ത്രീക്ക് കൊടുക്കേണ്ടത് സ്നേഹമാണ്, ആർദ്രതയാണ്, കരുതലാണ്. അവളെ പ്രേമിക്കുന്ന സമയത്ത് കൊടുക്കുന്ന കരുതൽ, അവൾക്ക് കൊടുക്കുന്ന ആർദ്രത, അവളോടൊപ്പം ആ കള്ളത്തരത്തിലുള്ള ചാറ്റ്, ഇതെല്ലാം ആ പാവം പെൺകുട്ടി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവും എന്ന് പറയട്ടെ. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ 3 മണിക്കൂർ ക്രൂരമായി പെരുമാറിയ ഈ ദുഷ്ടനോട് എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ചോദിച്ചാൽ അതാണ് സ്ത്രീ. അതാണ് സ്ത്രീ. അതാണ് സ്ത്രീകളുടെ മനസ്സ് പുരുഷന്മാരുടെ മനസ്സും തമ്മിലുള്ള വ്യത്യാസം. അവളത് മറക്കില്ല. ഫെമിനിസ്റ്റുകൾ ഇഷ്ടപ്പെടില്ല കേട്ടോ. അത് ഫെമിനിസ്റ്റ് അവരിനി എന്ത് പറഞ്ഞാൽ ഫെമിനിസ്റ്റുകളൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ, ആവശ്യത്തിന് ഉപകരിക്കാത്ത ഫെമിനിസ്റ്റുകൾ കൊണ്ട് അടുപ്പിക്കള. അതിനൊക്കെ ഒരു പോയിന്റ് പറയാനുള്ളത്, ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിവിടെ സ്ത്രീകളുടെ മനസ്സ് വളരെ വലുതാണ്. തീർച്ചയായിട്ടും അവൾ അമ്മയാണ്, അനുജത്തിയാണ്, കാമുകിയാണ്, നമ്മളുടെ മകളാണ്. അല്ലാതെ ഭോഗിക്കാൻ മാത്രമുള്ള 3.5 മണിക്കൂർ ഭോഗിക്കപ്പെട്ട പെണ്ണ് വീണ്ടും വരുന്നത് ഭോഗിക്കാനെന്ന് കരുതുന്ന ഇത്രയും സംസ്കാര ശൂന്യതയുള്ള കേരളം എന്തിനോടോ ഇവിടെ ഉള്ളവരൊക്കെ ഇത്രയും പഠിക്കുന്നത്? ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ. പറഞ്ഞോളൂ. അതായത് നിങ്ങൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന് പറയരുത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ, പൂർത്തീകരിക്കട്ടെ. അതായത് ബലാത്സംഗം അവിടെ നിൽക്കില്ല. ഇത് നിയമമാണ് ഞാൻ പറയുന്നത്. നിയമപരമായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഈ ഫിലോസഫിയൊക്കെ പറയാമെങ്കിലും നിയമപരമായിട്ട് ഈ ഫിലോസഫി ഒന്നും അവിടെ നടക്കില്ല. നിയമത്തിന്റെ വഴിക്ക് മാത്രമേ പോവുള്ളൂ. ബലാത്സംഗം അവിടെ നിൽക്കില്ല, അത്രയേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് ബലാത്സംഗമാണ് എന്ന് പറയരുത്. വീണ്ടും പോകുന്നുണ്ടെങ്കിൽ കോടതി ഇത് കൃത്യമായിട്ട് പരിശോധിക്കും. പിന്നീടും എന്തിന് ഇയാളുമായിട്ട് റിലേഷൻഷിപ്പ് തുടർന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും. ഇതിലിപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള സാധനമുണ്ട്. എനിക്ക് രാഹുലിനോട് ഇപ്പം ഇവര് വന്നിട്ട് ഇപ്പോൾ സംസാരിച്ചല്ലോ, ഇവർ പറയുന്നത് എനിക്ക് രാഹുലിനോട് ട്രോമാ ബോണ്ടിങ് ആയിരുന്നു എന്നുള്ളതാണ്. അതിഭയങ്കരമായിട്ടുള്ള ട്രോമാ ബോണ്ടിങ് ആയിരുന്നു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഉപദ്രവിക്കുകയും ശരീരത്തെ ഉപദ്രവിക്കുകയും അല്ലാതെ എന്താണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളോട് തോന്നുന്ന സ്നേഹം, അതായത് പെയിൻ എന്ന് പറയുന്നത് റിലീഫായിട്ട് തോന്നുന്ന ഒരു തരം മാനസിക ഡിസോർഡറാണ് ഈ ട്രോമാ ബോണ്ടിങ് എന്ന് പറയുന്നത്. ആ ഒരു വിഷയത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ രാഹുലിൻ്റെ അടുത്ത് പോയത് എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഇവർക്ക് മാനസികപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സ്ത്രീകളോടുള്ള സ്നേഹം മുൻനിർത്തിക്കൊണ്ട് സ്ത്രീകളെ ബഹുമാനിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത്തരം ട്രോമാ ബോണ്ടിങ്ങിന് ഇരയാകപ്പെടാതിരിക്കുക. ഞാൻ പറഞ്ഞേട്ടെ, ഇത്തരം ട്രോമാ ബോണ്ടിങ്ങിന് വിധേയമാകാതിരിക്കുക. അതായത് ശരീരത്തെ അടിക്കുകയും തുപ്പുകയും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്നതല്ല സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. ഇത്തരത്തിൽ ട്രോമാ ബോണ്ടിങ്ങിന് വിധേയമാക്കപ്പെട്ടിട്ട് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തും തെറാപ്പിസ്റ്റിൻ്റെ അടുത്തും പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ഇത്തരം മാനസികാവസ്ഥയിൽ നിന്ന് ഉയരുക എന്നാണ് ഇവരോടൊക്കെ പറയാനുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇവിടെ ഒരാളെ മാത്രം കുറ്റക്കാരനായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഇന്നുള്ള ഒരു റൊമാൻറ്റിക് സങ്കല്പത്തിന് അടിമയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്താണ് ആ വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് സങ്കല്പം? വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള റൊമാൻറ്റിക് സങ്കല്പം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭാരതീയമായിട്ടുള്ള റൊമാൻറ്റിക് സങ്കല്പത്തിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. ഈ ഭാരതീയമായിട്ടുള്ള റൊമാൻറ്റിക് സങ്കല്പത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഫീലിങ്സ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് കമ്മിറ്റ്മെന്റ്, സാക്രിഫൈസ് എന്ന് പറയുന്ന ഒരുപാട് എലിമെന്റ്സ് അവിടെ പ്രയോഗിക്കപ്പെടും. ഇവിടെ അതൊന്നുമില്ല. നിന്നോടുള്ള ശരീരത്തിനോടുള്ള സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഞാൻ മറ്റൊരു ഇണയെ തേടി പോകുന്നു എന്ന് പറയുന്ന വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് സങ്കല്പത്തിന് അടിമയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ഒരുപാട് സിനിമാ കഥാപാത്രങ്ങളും ഉണ്ട്. ഇപ്പം മമ്മൂട്ടി നായകനായിട്ടുള്ള ലോഹിതദാസ് തിരക്കഥ എഴുതിയിട്ടുള്ള ജോഷി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയുണ്ട് കുട്ടേട്ടൻ എന്ന് പറഞ്ഞിട്ട്. വിഷ്ണു എന്നാണ് അതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പേര്. അയാൾക്ക് ഭാര്യയുണ്ട്. ഭാര്യ ഉണ്ടെങ്കിലും അയാൾ ഇങ്ങനെ പല പെൺകുട്ടികളെയും തേടി ഇങ്ങനെ പോവുകയാണ്. അതായത് എന്തിന്റെ പുറത്ത്? നിന്നെ കല്യാണം കഴിക്കാം എന്നുള്ള ഒരു വാഗ്ദാനം നൽകിക്കൊണ്ട് അത്തരം കഥാപാത്രങ്ങളെയൊക്കെ ആളുകളെ സ്വീകരിക്കുന്നുണ്ട്. മോഹൻലാലിന്റെ കാസിനോവ പോലുള്ള കഥാപാത്രങ്ങളെയൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ പരിശോധിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ക്യാരക്ടർ രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? അതിന് നമ്മളുടെ സമൂഹത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ളതാണ് എന്റെ പറച്ചിൽ എന്ന് പറയുന്നത്. അതിന് സമൂഹത്തോട് ഈക്വലി പങ്കാളിത്തം ഉണ്ട്. അല്ലാതെ വെറുതെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ക്യാരക്ടർ രൂപീകരിക്കപ്പെടില്ലല്ലോ. ഗൗതം, ഇതില് ഈ പെൺകുട്ടിയെ ആദ്യം എല്ലാവരും കൂടെ പറഞ്ഞു 3.5 മണിക്കൂർ അത് അവൾക്ക് കാണണമെന്ന് പറഞ്ഞത്. 3.5 മണിക്കൂർ ഭോഗിക്കാൻ വേണ്ടിയല്ല കാണണമെന്ന് പറഞ്ഞത്.
അല്ല അയാളുമായിട്ട് അവർക്ക് സോഷ്യൽ മീഡിയയിൽ ആളുകളുടെ മൊത്തം കമന്റുകള്, അതായത് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ ഇവരോട് അതായത് ഈ ഫെനി നയനം കൃത്യമായിട്ട് ആ ചാറ്റിൽ ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇത് പബ്ലിക് സ്പേസ് ആണ്, ഓഫീസിൽ തന്നെ കണ്ടാ പോരെ, അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സൗകര്യം ഒരുക്കി തരാൻ പറ്റില്ല. വ്യത്യസ്തമായി എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. അതായത് ഫെനി നയനാൻ ചോദിക്കുന്ന ഓഫീസ് സ്പേസിൽ ഇരുന്ന് ഇത്തരത്തിൽ കാടത്വം കാണിച്ച ഒരു പെൺകുട്ടിക്ക് തന്റെ ശരീരത്തില് ഈ റിപ്പോർട്ടിൽ പറയുന്ന പോലുള്ള കണ്ട തെണ്ടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ട് അവനോട് ഈ ഫെനി നയനാനും മറ്റവനൊക്കെ ഉള്ള ഈ സ്ഥലത്തിരുന്ന് പറയാനേ അവര് വേറെ മറ്റേ യന്ത്രത്തിൽ നിന്ന് ഉണ്ടാക്കിയെന്നുമല്ല. ഇവൻ ഈ പറയുന്ന പോലെ 2-3 ഈ ഇത്തരത്തിൽ ഈ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഡിപ്രഷൻ ഉള്ള സ്ത്രീകൾ, ഒറ്റയ്ക്കുള്ള സ്ത്രീകൾ, ഇങ്ങനെ പലരെ അങ്ങനെ ഉള്ളവരെ ചൂസ് ചെയ്യാനായിട്ട് ഫെനി നയനാനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഈ പറയുന്ന പോലെ ഈ ഡെഫിനിഷൻ ഒക്കെ തെറ്റാണ്. ഈ പറഞ്ഞ അവർക്ക് എന്താ പറഞ്ഞ എന്താ ഡ്രോമ ബോണ്ടിങ്. നിങ്ങൾക്കറിയാവോ ഡ്രോമ ബോണ്ടിങ് ആണ്? അവര് പറഞ്ഞു. ശരി, അവര് പറഞ്ഞ കാര്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ട്രോമ ബോണ്ടിങ്, തനിക്ക് പെയിൻ നൽകുന്ന പുരുഷനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് പറഞ്ഞു. നിങ്ങൾ പറയുന്ന രീതിയിൽ ലൈംഗിക വൈകൃതങ്ങളിലെ പെയിൻ നൽകുന്ന സ്ത്രീകളൊന്നുമല്ല, അതൊക്കെയാണ് നിങ്ങളുടെ കാമ വിഭ്രാന്തി. അങ്ങനെ ഞാൻ പറഞ്ഞു. നിങ്ങളെന്നല്ല ഞാൻ പറഞ്ഞ ഇന്നത്തെ സമൂഹം. ഞാൻ സപ്പോസ് ടു യു അല്ല, സപ്പോസ് ടു അതർ പീപ്പിൾ, നമ്മൾ ഇതിന്റെ പുറത്തുള്ള ആൾക്കാർ. ട്രോമ ബോണ്ടിങ്ങിന്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. ശരി, നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥിയാണ്, ഞാൻ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥി അല്ല. എന്നാലും ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് പോലെ അവർക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് എല്ലാം ഈ അങ്ങേയറ്റത്തെ എക്സ്ട്രീമിന്റെതാണ് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ വിഷയം. 3 മണിക്കൂർ കാണുന്നെങ്കിൽ 3 മണിക്കൂർ ഭോഗിക്കാനാണെന്ന് കാണും എന്ന് ഞാൻ പറഞ്ഞു. അതാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ഈ സോഷ്യൽ മീഡിയയിലിട്ട് അലമ്പാണ്. സംശയിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സംശയിക്കല്ലേ എന്തിനാണ് 3 മണിക്കൂർ? അല്ല, അവിടെ ഭോഗിക്കാനൊന്നുള്ളതല്ല. ഇങ്ങനെ ചെയ്തൊരാളെ രാത്രി തന്നെ, അപ്പൊ ഇങ്ങനെ ഒരു അപകടം ആ സ്ത്രീ അവിടെ മണത്തില്ലേ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു അപകടം സംഭവിക്കാം എന്നുള്ള കാര്യം, ഇനി ഒരു അപകടം അതിൽ കൂടുതൽ സംഭവിക്കാനില്ല ഗൗതം. അത് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ അപ്പൊ ചോദ്യമുള്ളൂ, അപ്പൊ ഇവിടെ ഇത് ബലാത്സംഗമായിട്ട് പരിഗണിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ബലാത്സംഗമായിട്ട് അതേ ചോദ്യം. ഗൗതം നിക്ക്, ഞാൻ പറഞ്ഞോട്ടെ. ഗൗതം ഒരു ചെറുപ്പക്കാരനാണ്. ഗൗതം ഇനി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഗൗതം വിവാഹം കഴിക്കുന്നതിന്റെ ആദ്യ രാത്രി തന്നെ ഇത്തരത്തിലുള്ള ചേഷ്ട ഗൗതമന്റെ ഭാര്യയോട് കാണിച്ചു നോക്കട്ടെ. ഞാൻ ഇത്ര ചോദിക്കുന്നുള്ളൂ. ഇന്ന് കേരളത്തില് നടക്കുന്ന പകുതി വിവാഹങ്ങളിലും ഇത്തരത്തിൽ ഈ പലതും കണ്ട് തലയ്ക്ക് ഭ്രാന്തെടുത്ത് നടക്കുന്ന ചെറുപ്പക്കാര് ഈ പറയുന്ന പെൺകുട്ടികളുടെ മേൽ കാട്ടിക്കൂട്ടുന്ന വൈകൃതങ്ങൾ കാരണം കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾ അവർ അച്ഛൻ്റെ അടുത്ത് പറയും, ആ തെണ്ടി കഴിയുടെ മോനോട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ ആ കൊച്ച് 3 മണിക്കൂർ കാണണം എന്ന് പറഞ്ഞ ഗൗതമൻ ഒരു കാര്യം അറിയോ? യഥാർത്ഥ സ്നേഹത്തില് ഗൗതമന്റെ സ്ഥാനത്ത് ഒരു പെൺകുട്ടി എന്റെ കാമുകയാണ് ഇരിക്കുന്നെങ്കിൽ, ഞാനൊരു കാമുകനാണെങ്കിൽ ഇങ്ങനെ നോക്കി മണിക്കൂറുകൾ കണ്ണും കണ്ടും ഇരിക്കും. അതിന് ആർദ്രതയുള്ളൊരു മനസ്സ് വേണം. പ്ലീസ്. തീർച്ചയായിട്ടും താങ്കൾ അങ്ങനെ തീർച്ചയായിട്ടും പറയാം. താങ്കളുടെ അഭിപ്രായമാണ്, താങ്കൾ ശക്തമായിട്ട് പറയുക തന്നെ വേണം. പക്ഷെ ഇവിടെയുള്ളൊരു അതിൽ താങ്കൾ പറഞ്ഞതിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് ഇത് നിർത്താം. അതായത് യഥാർത്ഥ സ്നേഹമില്ല എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് വാങ്ങിച്ചോ. അതായത് യഥാർത്ഥ സ്നേഹമില്ലാതെ കാമത്തിന് വേണ്ടി മാത്രം റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സ്ത്രീകളുണ്ട് കേട്ടോ. ആയിക്കോട്ടെ, അല്ല സ്ത്രീകളുണ്ട്, പറയണം. ആയിക്കോട്ടെ, പുരുഷന് മാത്രമല്ല, ചെറുപ്പക്കാരനാണ്. അല്ല പുരുഷന് മാത്രമല്ല ഈ ചെറുപ്പം, ഈ ബ്രേക്കപ്സ് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ വരുന്നത്? അതായത് 3 മാസം മാത്രം ഒരു ഫ്ലിങ് ആയിട്ട് പുരുഷനെ കണ്ടിട്ട് സ്നേഹിച്ചിട്ട് പിന്നെ അവനിൽ നിന്നെല്ലാം നേടിയിട്ട് അവർ ഉപേക്ഷിച്ച് പോകുന്ന മറ്റൊരു പുരുഷനെ തേടി പോകുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട് നാട്ടിൽ. അപ്പൊ അതും കൂടി പറയണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റിമാൻഡ് റിപ്പോർട്ട് വായിച്ചു. ഗൗതമ, ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ പ്രണയിച്ചിട്ടുണ്ട്. പ്രണയിച്ച പെൺകുട്ടി വിവാഹം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ അവളെ കത്തി കൊണ്ട് കുത്തി ആരും കൊന്നിട്ടില്ല. മനസ്സിലായോ? കത്തി കൊണ്ട്. അപ്പൊ നിങ്ങൾ പറയും ആ കാലമല്ല ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ 2 മാസത്തെ നിങ്ങൾ വരുന്ന ബ്രേക്കപ്പ് അല്ലെ, നിങ്ങളുടെ ഭാഷ ബ്രേക്കപ്പ് എന്നല്ലേ? ഈ ബ്രേക്കപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലാത്തതായിരുന്നാലും ആത്യന്തികമായി ഇനി ഈ പറയുന്ന രീതിയിൽ പിന്നെ കഴിവാത്ത ജീൻസ് വിട്ട് നേരെ നിങ്ങൾ കുളിക്കാൻ നടക്കുന്ന ചെക്കന്മാര്, ഈ പറയുന്ന തല പോലും നേരെ ഇവ കുളിച്ചിട്ട് അവന്റെ നേരെ പോയിട്ട് ബാത്റൂമിൽ പോയിട്ട് ആസനം പോലും കഴിവാത്തവന്മാര്, ഇതൊക്കെ ഞാൻ പച്ചയ്ക്ക് പറയും. എനിക്ക് പറയുന്നതിൽ ഒരു മടിയില്ല. മനസ്സിലായില്ലേ? ശരി, നിങ്ങൾക്കൊന്നും പിടിക്കത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവന്മാരെ പ്രണയിക്കുന്ന ഒരു ഉണ്ണാക്കും അറിയാത്ത പെൺപിള്ളേരെ സംബന്ധിച്ച് ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കും. പിന്നെ ചൊറി പിടിച്ച് ഏതെങ്കിലും മൂലയിൽ ഇരിക്കുമ്പോ, പണ്ട് എന്റെ ഫാദർ പറയും, ഇതേ എനിക്ക് തെറ്റിതിരിഞ്ഞ് നടക്കണതൊക്കെ പെണ്ണായാലും ആണായാലും ചൊറി പിടിച്ച് എവിടെയെങ്കിലും ഇരിക്കുന്നത് ഈ സമൂഹം കാണേണ്ടി വരും. അതുകൊണ്ട് ഇവരൊക്കെ പറയുന്ന പോലെ 3 മണിക്കൂറും ഭോഗിക്കാനാണ് വന്നതെന്നും ആ പെൺകുട്ടി എടാ ഇത് ഈ ഡ്രോമ ഉണ്ടായിരിക്കുന്നത് ഈ പറയുന്നവന്റെയൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹത്തിന്റെ സ്വന്തം ആൾക്കാരാകുമ്പോഴേ അവന് വേദനിക്കത്തുള്ളൂ. അതുകൊണ്ട് അറിയാതെ ചോദിച്ചു പോവുകയാണ് മോനെ. പിന്നെ നമുക്ക് തുടക്കത്തിൽ പറഞ്ഞ റിമാൻഡ് റിപ്പോർട്ട് അതിലെന്താണ് പറയുന്നത്? ഇതില് ഈ പറയുന്ന പോലെ ഈ പിന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയതാണ്. അപ്പോ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ മുണ്ടപ്പള്ളി പോസ്റ്റൽ അതിർത്തിയിൽ പാറക്കൂട്ടം എന്ന സ്ഥലത്ത് ആറ്റുവിളാകത്ത് വീട്ടിൽ രാജേന്ദ്രക്കുറുപ്പ് മകൻ
ഓ ബഹുമാനപ്പെട്ട രാജേന്ദ്രക്കുറുപ്പെ, നിങ്ങൾ ഭാഗ്യം ചെയ്തവനാണ്, കാണിക്കുന്ന പ്രവൃത്തികൾ കാണേണ്ടി വന്നില്ലല്ലോ. പിന്നെ മകൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിളിക്കുന്ന രാഹുൽ ബി ആർ. അപ്പൊ രാഹുൽ ബി ആർ എത്ര വയസ്സുടെ? 36 വയസ്സ്. ഇങ്ങനെയൊക്കെ അവനെ പറയാൻ ഉള്ളടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൗതമേ, ഞാൻ പറഞ്ഞോട്ടെ ഗൗതമേ, ഞാനും ബഹുമാനപ്പെട്ട ഇവിടുത്തെ ചീഫ് എഡിറ്റർ ശ്രീ നന്ദകുമാറും പാലക്കാട് ബൈ ഇലക്ഷനിൽ ഞങ്ങൾ ഇവന്റെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വളർന്നവനാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ കാണാത്ത ഫ്രോഡുകളില്ല. ഈ വ്യക്തിയെ കണ്ട മാത്രയിൽ ഞാൻ മനസ്സിൽ കുറിച്ചു, ഇവൻ കാണിക്കുന്നതൊക്കെ പുറംപൂച്ചയാണ്, പാവം പാലക്കാടുകാർക്ക് ഇവനെ തിരിച്ചറിയില്ല, ഇവനൊരു പെരുങ്കള്ളനാണ്. കാര്യം ഞാൻ ദൈവമൊന്നുമല്ല, പക്ഷെ ഒരു ഫ്രോഡിനെ കണ്ടാൽ തിരിച്ചറിയാനുള്ള അകക്കണ്ണ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് ഇത്ര അപ്പൊ ഇങ്ങനെ അച്ഛന്റെ പേര് ഏതായാലും പ്രതിക്ക് ആവലാതിക്കാരിയെ ബലാത്സംഗം ചെയ്ത് കാമസംതൃപ്തി നേടണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി, അത് ഈ അച്ചടി ഭാഷയിൽ പറയുന്നത് ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. ഏതായാലും സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിച്ചെന്നുള്ളതിനേക്കാൾ ബഹുമാനപ്പെട്ട പോലീസ് നടിച്ചു എന്ന് തന്നെ എഴുതിയാൽ നല്ലതായിരുന്നു. സൗഹൃദം സ്ഥാപിച്ച് വിശ്വാസം ആർജിച്ച് വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ച് പ്രലോഭിപ്പിച്ച് ആവലാതിക്കാരിയെ നമുക്ക് സംസാരിക്കാൻ ഒരു പ്രൈവറ്റ് പ്ലേസ് വേണ്ടേ എന്ന് പറഞ്ഞ് ഈ പറയുന്ന പ്രസ്തുത ദിവസം 8/4/2024 തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂറേക്ക് കൊണ്ടുപോയി. ശരി ആവട്ടെ, ഇതൊക്കെ ഞാൻ വായിക്കുമ്പോൾ എന്ത് നടന്നു എന്ന് കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇവൻ ഈ പറയുന്ന രീതിയിൽ ആ പെൺകുട്ടിയെ റൂമിൽ ഇരുത്തിയ ശേഷം, അപ്പോൾ ആദ്യമായി കാണുന്ന പെൺകുട്ടിയാണ്, ആഫ്റ്റർ എ ലോങ് പീരീഡ് അവർ കാണുകയാണ്. അപ്പൊ അത്രയും സമയം അവനൊരു കാമുകനാണ്, ഇത്രയും സമയം ചാറ്റ് ചെയ്യുന്നു, നമുക്ക് നമ്മുടെ ജനിക്കുന്ന കുഞ്ഞിനെ കുഞ്ഞാറ്റെ നേടണം എന്ന് പറയുന്നു, കവളിപ്പിച്ച് കൊണ്ടുവന്ന് റൂമിലിരിക്കുന്നു. ഗൗതമൻ, നിങ്ങൾ ഇറങ്ങുന്ന ചെറുപ്പക്കാർക്ക് അതൊന്നും ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ടാണ് താങ്കൾ ഈ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത്. എനിക്കൊരു വിഷമമുണ്ട്. അസ്വസ്ഥതയല്ല, എന്ത് അസ്വസ്ഥതയാണ്? ഇതിനു മുമ്പ് അവർ സംസാരിച്ചിട്ടുണ്ട്, താങ്കൾ അത് വായിക്കും. ഏതായാലും ഈ പറയുന്ന രീതിയിൽ അവിടെ എത്തിയ ശേഷം അദ്ദേഹം അടുത്ത് കാണിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് 1 മണിക്ക് 2 മണിയോടെ അവർ ആ ക്ലബ് 7 ഹോട്ടലിൽ വിളിച്ചു. എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ട് തന്നെ റൂം ബുക്ക് ചെയ്യിപ്പിച്ച് വിശ്രമിക്കാൻ പറഞ്ഞ് റൂമിൽ ഇരുത്തിയ ശേഷം 15 മിനിറ്റ് കഴിഞ്ഞ് ഒരു ബ്ലാക്ക് ഷർട്ടും വൈറ്റ് മുണ്ടും ബ്ലൂ കളർ ഫോസിൽ വാച്ചും ധരിച്ച് ബ്ലാക്ക് ഷോൾഡർ ബാഗുമായി, അതായത് ഒരു സന്യാസി വര്യൻ വരുന്ന പോലെ, ഒരു സാഹിത്യകാരൻ വരുന്ന പോലെ ബ്ലാക്ക് ഷോൾഡർ ബാഗ് അല്ലെ. പിന്നെ ഈ പറയുന്ന പോലെ പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിലെ ഏറ്റവും കൂടിയ വാച്ച്. എന്തായാലും ഭ്രാന്ത, അല്ലാതെ ഇങ്ങനെയുള്ള വേഷമൊന്നും കെട്ടൂല, എന്തൊക്കെയാണെന്നൊരു തോന്നല്. ആയിക്കൊണ്ട് പോട്ടെ, ഇനിയിപ്പോ കൂടുതൽ വായിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയാണ് ചേട്ടൻ, അത് വായിക്കാത്തത് എന്ത് തന്നെയായാലും നന്നായി. അത് നമ്മൾ വായിക്കുന്നത് ശരിയല്ലാത്തൊരു കാര്യമാണ്. മറ്റു പല കേസുകൾ, അതിജീവിതയൊക്കെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 2 ഭാഗവും, എൻ്റെ നിലപാട് എന്ന് പറയുന്നത് 2 ഭാഗവും സ്ത്രീകൾ കള്ളം പറയാത്തവരാണെന്നുള്ള മിഥ്യാധാരണയൊന്നും എനിക്കില്ല. അപ്പോൾ ആദ്യം ഈ അതിജീവിത ഇന്ന് വന്നിട്ട് പറഞ്ഞത് ഏതാനും ചാറ്റ് ശകലങ്ങൾ മാത്രം വെച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ സ്ലട്ട് ഷെയിം ചെയ്യുന്നത് തെറ്റാണ് എന്നൊക്കെയാണ്. ഞങ്ങൾ ആരും സ്ലട്ട് ഷെയിം ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് രാഹുലിനോടും ഈ ഇവരോടും പറയാനുള്ളത്. ഏതാനും ചില ചാറ്റ് സംഭാഷണങ്ങൾ മാത്രം വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലും പരിപൂർണനായിട്ട് തെറ്റുകാരനാണെന്ന് എനിക്കെന്തായാലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പരിപൂർണനായി താങ്കൾ തെറ്റുകാരനല്ല എന്ന് പറയുമ്പോഴും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ തെറ്റുകാരൻ തന്നെയാണ്, ഒരു 100 ആവർത്തി തെറ്റുകാരനാണെന്ന് പറയും.